विश्वास जगेगा। हिंदू जगे तो विश्व जगेगा, मानव का विश्वास जगेगा। भेद भावना तमस हटेगा, समरसता अमृत बरसेगा। हिंदू जगेगा। എന്താണ് നാഷണൽ കൗൺസിൽ, എന്താണ് അതിന്റെ പരമമായ ലക്ഷ്യവും ധർമ്മവും, ഇവയെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ചെയർമാൻ ശ്രീ സുരേഷ് ശങ്കരൻകുട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സംപൂജ്യരും സമാരാധ്യരുമായ സകുടുംബാംഗങ്ങളെ, സ്നേഹവാത്സല്യം നിറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഭാരതാംബയുടെ മടിത്തട്ടിലെ ഒരു പുൽക്കൊടിയായി ജനിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ധീരന്മാരായ ഭാരതാംബയുടെ യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സമാജ സംഘടനാ പ്രവർത്തകരെ, നിങ്ങളെ അഭിസംബോധന ചെയ്ത് നിങ്ങളോട് രണ്ട് വാക്ക് സനാതന ധർമ്മത്തിനു വേണ്ടി സംസാരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ ഈ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഒരിക്കൽ ഒരു വനത്തിൽ ഒരു സിംഹമുണ്ടായിരുന്നു. ഈ സിംഹം ഇര തേടി ഒരു വനാന്തരത്തിലേക്ക് കടന്ന് ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ നടുക്കെത്തി. ഗർഭിണിയായ ഈ പെൺസിംഹം ഇര തേടുന്ന ഉദ്യമത്തിൽ ആട്ടിൻകൂട്ടത്തിൻ്റെ നടുക്കിൽ മരിച്ചുപോയി. പക്ഷെ ആ ആട്ടിൻകൂട്ടത്തിൻ്റെ നടുക്കിൽ ജനിച്ച ആ സിംഹക്കുട്ടിയെ ആട്ടിൻകൂട്ടങ്ങൾ തങ്ങളുടെ കൂടെ ചേർത്ത് വളർത്തി വലുതായി. പക്ഷേ ആട്ടിൻകൂട്ടത്തിൽ വളർന്ന ഈ സിംഹക്കുട്ടി ആടിനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ആടുകൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഭീതി ഉണ്ടാകുമ്പോൾ ആടുകൾ പേടിച്ചോടുന്നത് പോലെ സിംഹവും പേടിച്ചോടുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരിക്കൽ മറ്റൊരു സിംഹം ഈ ആട്ടുംകൂട്ടത്തിനെ കാണുവാനിടയായി. ഈ ആട്ടുംകൂട്ടത്തിൻ്റെ നടുവിലുള്ള ഈ അജസിംഹത്തിനെ കാണുവാനിടയായി. സിംഹത്തിന് ആഗ്രഹമുണ്ട് ഈ ആട്ടുംകൂട്ടത്തിൻ്റെ നടുവിലുള്ള അജസിംഹത്തിനോട് പറയണം, നീ ആടല്ല, നീ സിംഹമാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആട്ടുംകൂട്ടത്തിലുള്ള ഈ സിംഹത്തിന് ഭയമാണ് യഥാർത്ഥത്തിലുള്ള സിംഹത്തിനെ കാണുമ്പോൾ. നല്ല ഒരു അവസരം കാത്തിരുന്ന് ഈ സിംഹം ഒരിക്കൽ, അജസിംഹം ഒരിക്കൽ ആട്ടിൻകൂട്ടത്തിൻ്റെ നടുവിലുള്ള സിംഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മറ്റു സിംഹം ചെന്നിട്ട് പറഞ്ഞു, ഹേയ്, നീ ആടല്ല, നീ സിംഹമാണ്, നീ യഥാർത്ഥ സിംഹമാണ്. പക്ഷേ ആട്ടിൻകൂട്ടത്തിൽ വളർന്ന ആ സിംഹം വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലല്ല, ഞാൻ ആട് തന്നെയാണ്. ഈ സംശയം മാറ്റുവാനായി ഈ ആട്ടിൻ്റെ കൂട്ടത്തിലുള്ള അജസിംഹത്തിനെ വിളിച്ച് ഒരു നദിയുടെ കരയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നിന്റെ നിഴല് ഈ വെള്ളത്തിലേക്ക് നോക്കുക, ഇനി എൻ്റെയും കൂടെ നിഴല് നീ നോക്കുക. രണ്ട് നിഴലുകളും കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒരേപോലെയാണ്. ആ ഒരു അവസരത്തിൽ അജസിംഹം താൻ യഥാർത്ഥത്തിലുള്ള സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ കാടി ഞെടുങ്ങുമാറ് ഗർജിച്ചു. അന്നു മുതൽ അത് യഥാർത്ഥ സിംഹമായി. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആട്ടുംകൂട്ടത്തിലുള്ള അജസിംഹങ്ങളല്ല, ഭാരതാംബയുടെ മടിത്തട്ടിൽ വന്ന വീരപുത്രന്മാരും വീരപുത്രികളുമായ ഹൈന്ദവ സഹോദരങ്ങളാണ്. നിങ്ങൾ ആരുടെ മുന്നിലും മുട്ടുകുത്തി ആത്മീയ ജ്ഞാനത്തിൻ്റെയും ഭൗതിക ജ്ഞാനത്തിൻ്റെയും പേരിൽ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാതെ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. മഹാമുനീശ്വരന്മാർ നമുക്ക് തന്ന അറിവിനെ യഥാവിധം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ആട്ടിൻകൂട്ടത്തിൽ പെട്ടുപോയ ആ സിംഹത്തിനെ
യഥാർത്ഥ സിംഹമാണെന്നുള്ള തിരിച്ചറിവ് കൊടുക്കുവാൻ വേണ്ടിയാണ് ആ സിംഹം വന്ന് മറ്റൊരു സിംഹം വന്നെങ്കിൽ ഇന്ന് UK-യിലെ നമ്മുടെ കുടുംബവും പാരമ്പര്യവും നമ്മുടെ ഭാരത ഭൂമിയും വിട്ട് കാലചക്രത്തിന്റെ പരിക്രമണത്തിൽ ഇവിടെ എത്തിപ്പോയ നമുക്കോവർക്കും നമ്മുടെ പൈതൃകം വിട്ടുപോകാതിരിക്കുവാൻ നിങ്ങൾ ആരാണെന്നും നമ്മൾ ആരാണെന്നും നമ്മളുടെ കുഞ്ഞുങ്ങൾ ആരാകണമെന്നും നമ്മുടെ പൈതൃകത്തിന്റെ പ്രാധാന്യം എന്താണെന്നുമുള്ള തിരിച്ചറിവ് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമത്തോടു കൂടിയാണ് നാഷണൽ കൗൺസിൽ ഓഫ് കേരള ഹിന്ദു സമാജം, നാഷണൽ കൗൺസിൽ ഓഫ് ഹിന്ദു ഹെറിറ്റേജ് എന്ന ഈ പരിപാവനമായ മഹാപ്രസ്ഥാനം തുടങ്ങിവെച്ചത്. ഇവിടെ നമ്മുടെ രക്ഷാധികാരി പറഞ്ഞതുപോലെ ഒരു സംഘടന ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയല്ല. വ്യക്തമായിട്ടുള്ള ലക്ഷ്യവും അതിനടിസ്ഥാനമായിട്ടുള്ള ധർമ്മത്തിൽ കൂടിയും നടന്നു നീങ്ങി വരും തലമുറയെ കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിക്കുവാനെന്ന മഹാലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. അതിന് ഓരോ സ്ഥലത്തും വ്യക്തമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ ചട്ടക്കൂട് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ സംഘടന പോലെ അത് രൂപീകരിച്ചത്. അല്ലാതെ ഒരു പ്രസിഡന്റ് ആകുവാനോ ഒരു ചെയർമാൻ ആകുവാനോ സെക്രട്ടറി ആകുവാനോ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയല്ല ഇത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. എണീൽക്കുക, ഉണരുക, ലക്ഷ്യം വരെ സഞ്ചരിക്കുക. ക്ഷുരസ്യ ധാര നിശിത ദുരന്തയ ദുർഗം പദസ്ഥത് കവയോദന്തി. വാളിൻ മുലയിൽ കൂടെ യാത്ര ചെയ്യുന്നത് പോലെ ദുഷ്കരമാണ് ധർമ്മത്തിന്റെ പാതകൾ. പക്ഷേ അത് സത്യത്തിന്റെ പാതകളായതുകൊണ്ട് അതിന് ശക്തിയുണ്ടാവും, ധൈര്യം. അതാണ് നമുക്കിന്ന് ഈ സമൂഹത്തിന് വേണ്ടത്. ഈ സംഘടനയുടെ ഉത്ഭവത്തിനെ കുറിച്ച് ഇവിടെ ബഹുമാന്യനായ സെക്രട്ടറി സംസാരിച്ചു, മറ്റു പലരും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ ഇതിന് പ്രചോദിപ്പിച്ച 1-2 വ്യക്തികളുണ്ട്. അതിൽ നിങ്ങൾക്ക് സുപരിചിതനായ നമ്മുടെ നാഷണൽ കൗൺസിലിന്റെ വൺ ഓഫ് ദ അഡ്വൈസറി മെമ്പർ കൂടിയായ ദിലീപ് ഇളയമത്താണ്. ഞങ്ങൾ പല സമയത്തും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ആത്മീയവും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്തൊക്കെ തന്നെ ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട്. ആ ഒരു നിമിഷം മുതലാണ് ഇങ്ങനെ ഒരു ആശയം വന്നതും പല സമാജങ്ങളിലുള്ള മെമ്പേഴ്സുമായിട്ട് സംസാരിച്ചതും 2010 മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി 2012 ഒരു ഔപചാരികമായിട്ടുള്ള രൂപകൽപ്പന നൽകിയതും. സമാജത്തിന്റെ ഈ സംഘടനയുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യവും ധർമ്മവും വളരെ ചെറിയ രീതിയിൽ ഞാനൊന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. സത്യം വദ ധർമ്മം ചര സാധ്യായന്മാ പ്രമാദ. സത്യം പറയുക, ധർമ്മം അനുഷ്ഠിക്കുക, അധ്യയനങ്ങൾ നിർത്താതിരിക്കുക. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ഈ ഉപനിഷത്ത് വചനങ്ങൾ ഉപദേശിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെ വരും തലമുറയിൽ നിന്ന് വേറിട്ട് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്കാരത്തിൽ നിന്നെല്ലാം വന്ന് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഭൗതിക സുഖഭോഗങ്ങൾ മാത്രം തേടി വരും തലമുറ പോകുമ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന സ്വാത്വിക സങ്കല്പം മറന്നു പോകാതിരിക്കുവാൻ ആദ്യം നമ്മൾ ഉണരണം. ആദ്യം നമുക്ക് സനാതന ധർമ്മത്തിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാകണം. അതിന് നാളെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. ഇന്ന് ആലോചിക്കുന്ന കാര്യങ്ങൾ ഈ നിമിഷം നമ്മൾ തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ വരും തലമുറ, നമ്മളുടെ കുഞ്ഞുങ്ങൾ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം നല്ല ഭാഗങ്ങളുമുണ്ട്, കൂടുതൽ കുഴപ്പമുള്ള ഭാഗങ്ങളുമുണ്ട്.
പക്ഷേ അതിൻ്റെ ഇരുണ്ടറകളിലേക്കാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ പോകുന്നതെങ്കിൽ നമ്മൾ ഭൗതിക സുഖങ്ങളും സമ്പത്തും ഒക്കെ നേടിയാലും ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമ്മളെ ബഹുമാനിക്കേണ്ട, നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മളുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ജീവിതത്തിന് അർത്ഥം തന്നില്ല എന്ന് വരും. നമ്മുടെ ഭാരത സംസ്കാരം അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ഭാരതീയനാണെങ്കിൽ ഭാരതീയ പൈതൃകം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഇന്ന് ഏറ്റവും കൂടുതലാണ്. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യവും. ഈ സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ വരും തലമുറയെ പഠിപ്പിച്ച് ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതശൈലി കൊണ്ടുവന്ന് വിദ്യാസമ്പന്നമായ ഭൗതിക ജ്ഞാനത്തോടൊപ്പം ആത്മീയ ജ്ഞാനവും കൂടി ലഭിക്കുന്ന തരത്തിൽ വിദ്യാസമ്പന്നമായ ഒരു വരും തലമുറയെ വാർത്തെടുക്കുക എന്ന മഹാ ഉദ്യമമാണ് നാഷണൽ കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യം. ഇതുപോലെ തന്നെ സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ തരതു ദുർഗാണി, സർവേ ഭദ്രാണി പശ്യത. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ, ആർക്കും ദുഷ്കരമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ആർക്കും ദുഃഖം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാം മംഗളകരമായി കാണുമാറാകട്ടെ എന്ന് നമ്മളെ ഉപദേശിക്കുന്ന നമ്മുടെ പിതാമഹന്മാരായ മഹാമുനീശ്വരന്മാർ പകർന്നു നൽകിയ ആ മഹാസനാതന ധർമ്മം, ആ സനാതന ധർമ്മം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ കൗൺസിൽ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ധർമ്മമായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ അധികം ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട് വളരെ ചുരുക്കി പറയുന്നു. സംഘചത്വം സമ്പദത്തം സംഭോ മനാംസി ജാനതേ. ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് ഒരു ആരാധനാ ഭാവത്തോടുകൂടി നമുക്ക് ഈശ്വര കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. ഒരേ മനസ്സായി നമ്മൾ കൂടുന്ന എല്ലാ വേദിയിലും ഒരേ മനസ്സോടും ഒരേ ചിന്തയോടും കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇനിയും ഉണരരുത്, ഇനിയും ഉറങ്ങിയിടാതിരുന്നിടേണം അറിവായി. അതിനയോഗ്യരെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം. ഉണരരുത്, ഭൗതികമായ മഹാസമ്പത്തിലേക്കും സ്വാർത്ഥ താല്പര്യത്തിലേക്കും ഒരുപാട് ഉണർന്ന് സമയം വേസ്റ്റാക്കരുത്. ഉറങ്ങിയിടാതിരുന്നിടേണം അറിവായി. ആത്മീയ ജ്ഞാനത്തിലേക്കും ജീവിതത്തിന്റെ മൂല്യത്തിലേക്കും ഈശ്വരീയ സങ്കല്പത്തിലേക്കും സത്യാന്വേഷണത്തിലേക്കും ഉള്ള നമ്മളുടെ ജൈത്രയാത്രയിൽ ഉറങ്ങിപ്പോകാതെ, അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ അറിയേണ്ടത്. ആ അറിവിനെ മാറ്റിവെച്ച് ഭൗതിക സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോകാതെ നമ്മൾ ഉറന്ന് അറിവായിട്ടിരിക്കുക. ആ പരമജ്ഞാനമാകുന്ന അറിവ്, പരമാത്മ തത്വമാകുന്ന അറിവിനെ കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കുക. അതിന് നമുക്ക് കഴിയില്ലെങ്കിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള മഹാമുനീശ്വരന്മാരെ നമ്മൾ കണ്ടെത്തി അവരുടെ സേവ ചെയ്ത് നമ്മളുടെ ജീവിതം ധന്യമാക്കുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും സംഘടിച്ച് ശക്തരാകുകയും. നമ്മളെല്ലാവരും ഈ UK-യിൽ വന്നിട്ടുള്ള എല്ലാവരും വിദ്യ കൊണ്ട് പ്രബുദ്ധർ തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് സംഘടിച്ച് ശക്തി ആർജിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സംഘടിച്ച് ശക്തി ആർജിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നമ്മുടെ സനാതന ധർമ്മ പ്രചരണത്തിന് വേണ്ടിയായിരിക്കണം, ഒരു വരും തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇന്നത്തെ ഈ ഒരു ഏകദിന ശിബിരത്തിൽ വന്ന എല്ലാവരേക്കും ഈ ഒരു ധാർമ്മികമായിട്ടുള്ളതും ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ളതുമായ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നെഞ്ചിലേറ്റി നമ്മളുടെ തോളുകളിൽ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വ്യക്തി വികാസത്തിൽ കൂടെ ഈ ധർമ്മപ്രചരണം നടത്തുമാർ ഈശ്വരൻ കൃപയുണ്ടാക്കട്ടെ. ഭാരതീയ പൈതൃകത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഒരു സംഘടനയുടെയും ലേബലിലല്ല
ഋഷീശ്വരന്മാരും മഹാന്മാരും വളർന്നു വന്നിട്ടുള്ളത്. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിനെ ഭാരതം എന്തെന്ന് പാശ്ചാത്യ മ്ലേച്ഛ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഫിലോസഫിക്കൽ സൊസൈറ്റി ഇല്ല, ഒരു ഹിന്ദു സംഘടനയുമില്ല. ആ വ്യക്തിയിൽ നിന്നാണ് വികാസമുണ്ടായത്. ശ്രീ നാരായണ ഗുരുദേവൻ മഹാപ്രവചനങ്ങൾ നടത്തി ഈ രാജ്യത്തിന് നന്മ ചെയ്തപ്പോൾ SNDP യോഗമില്ല. ശ്രീ ചട്ടമ്പി സ്വാമികൾ സാമൂഹിക മാറ്റമുണ്ടാക്കി ഉപരിപ്ലവം നടത്തി മഹാപ്രസ്ഥാനങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ മറ്റ് സംഘടനകളില്ല. ശ്രീ രാമകൃഷ്ണദേവൻ, ഇങ്ങനെ ഓരോ വ്യക്തികളെയും നമ്മുടെ മുനീശ്വരന്മാരെ നോക്കിയാൽ, നമ്മുടെ മഹാപിതാമഹന്മാരെ നോക്കിയാൽ അവരാരും സംഘടനയുടെ സെക്രട്ടറി ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ അല്ല പ്രബുദ്ധരായിട്ടുള്ളതും പ്രബുദ്ധരാക്കിയതും. വ്യക്തിയിൽ നിന്നാണ് വികാസമുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരും ഇന്ന് തുടങ്ങണം. നമ്മൾ അറിവ് നേടുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അത് നമ്മളുടെ വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രധാന ഉദ്ദേശം. ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന മഹാലക്ഷ്യമാണ് ഈ പ്രസ്ഥാനത്തിന്റെ മഹാ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് ഹൃദയപൂർവവും എല്ലാവിധമായിട്ടുള്ള ചിന്തകളും സ്വാർത്ഥ താല്പര്യങ്ങളും കളഞ്ഞ് ഇവിടെ കഠിനാധ്വാനം നടത്തി എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവമായിട്ടുള്ള എൻ്റെ നന്ദിയും നമസ്കാരവും നാഷണൽ കൗൺസിലിന് വേണ്ടിയിട്ടും സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ടും ഞാൻ ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം. जगे तो विश्व जगेगा, मानव का विश्वास जगेगा. हिंदू जगे तो विश्व जगेगा, मानव का विश्वास जगेगा. भेद भावना तमस हटेगा, समरसता अमृत बरसेगा.